ഏത് ബ്രാൻഡിൻ്റെ ടൈലാണ് നല്ലതെന്നാണ് എല്ലാവർക്കും ഒരു ഡൗട്ട്. അപ്പോൾ നമ്മൾ ടൈലിൻ്റെ പ്രോപ്പറായുള്ള ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ 90-കൾ 2000 അതുപോലെ തന്നെ 2010 ആ കാലഘട്ടത്തിലെ ആദ്യത്തിലൊക്കെ ഓരോ കമ്പനിക്കാരും അവരുടേതായിട്ടുള്ള ഫാക്ടറി ഉണ്ടായിരുന്നു, പ്ലാന്റ് ഉണ്ടായിരുന്നു. അന്ന് ഡബിൾ ചാർജിന് ഫുൾ ബോഡിയിലായിരുന്നു കൂടുതൽ ഡിസൈൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കമ്പനിക്കാർ അവർക്ക് അവരുടേതായ യൂണിക്നെസ് ഉണ്ടായിരുന്നു, അവരുടേതായ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ടൈമിൽ ആ ഒരു സ്പെസിഫിക്കേഷനും യൂണിക്നെസ്സിനും വെച്ചാണ് ഓരോ കമ്പനിക്കാരും ബ്രാൻഡായ. അപ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം പതുക്കെ മാറിയിട്ട് ഈ 2020-നോടടുത്ത് 2015, 16, 17, 18, 19, 20-നോടടുത്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വന്നൊരു വിപ്ലവകരമായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ചാർജ് ഫുൾ ബോഡിയിലുള്ള ഡിസൈൻസിലുള്ള പ്രൊഡക്ഷൻസ് കമ്പാരിറ്റീവ്ലി നിർത്തി. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ബ്രാൻഡുകളിലെ പ്ലാന്റുകളുടെ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് നിർത്തി. അതുകൂടാതെ തന്നെ ഒത്തിരി പ്ലാന്റുകളും മോർബി ഗുജറാത്ത് ഭാഗത്ത് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ പ്ലാന്റ് വേറെ ബ്രാൻഡ് വേറെ എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെയധികം മാറി. അപ്പോൾ ഒരേ ടൈമിൽ ഒരു ബ്രാൻഡുകാരൻ പല പ്ലാന്റുകളിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ എടുക്കുന്ന പ്ലാന്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ ടൈലിൻ്റെ പോളിഷിങ്, അതിൻ്റെ ടെമ്പറേച്ചറിൽ എത്രയാണ്, അതിൻ്റെ ഫയറിങ്, ഇതിനെല്ലാത്തിനെയും ബേസ് ചെയ്ത് മാത്രമാണ് ഒരു ടൈല് നല്ലതാണോ മോശമാണോ നമുക്ക് പറയാൻ പറ്റുള്ളൂ.